ഇതാ മന്ത്രി പി സി വിശ്വനാഥ്, സാംസ്കാരിക മന്ത്രി പി സി വിശ്വനാഥ് അവിടെ നിന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നലെ ഓർക്കുമ്പോൾ പണ്ട് കോളേജിൽ അദ്ദേഹം കെ എസ് യുക്കാരനായിരുന്നപ്പോൾ അവിടെ വന്ന ഒരു പരിപാടിക്ക് വന്ന സലീം കുമാറിൻ്റെ ഓർമ്മകൾ, അന്നു മുതലുള്ള സൗഹൃദത്തെ പറ്റി ഉള്ള കാര്യങ്ങൾ പി സി വിശ്വനാഥ് പറയുന്നുണ്ടായിരുന്നു. അടിമുടി കോൺഗ്രസ്സുകാരനായിരുന്നു സലീം കുമാർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസങ്ങൾ മറച്ചു വെക്കാതിരിക്കൽ മാത്രമല്ല, ഹാർഡ് കോർ രാഷ്ട്രീയക്കാരൻ. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് അത്രയധികം കമ്മിറ്റഡ് ആയിരിക്കണമെങ്കിൽ അത്രത്തോളം സി പി എം ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, ബി ജെ പി ആവട്ടെ, അങ്ങേയറ്റം ആത്മാർത്ഥതയുള്ളവർക്ക് മാത്രമേ അത്രയധികം കമ്മിറ്റഡായി നിൽക്കാൻ കഴിയൂ. എന്ന് പറഞ്ഞാൽ ഇന്നസെൻറ്റിൻ്റെ പ്രചരണ സമയത്ത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അല്ലാത്തവരും അവിടെ പോയി പ്രചരണം നടത്തി. പക്ഷേ സലീം കുമാർ അങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അതിന് കാരണമായി പറഞ്ഞത് അതെൻ്റെ രാഷ്ട്രീയത്തിന് വിരുദ്ധമാണ്, അതുകൊണ്ട് അവിടെ പോയി അതിന് വിരുദ്ധമായി വോട്ട് വയ്ക്കാൻ കഴിയില്ല എന്നുള്ള സലീം കുമാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രത്തോളം കമ്മിറ്റഡായിരുന്ന രാഷ്ട്രീയക്കാരനായിരുന്നു. അത് തുറന്നു പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു. നയനിലപാടുകൾ തുറന്നു പറയാൻ മടിയില്ലാത്ത ആളായിരുന്നു. അത് ഒരുപക്ഷെ സമൂഹത്തിൽ വിവാദം അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കിയേക്കാമെന്ന് തിരിച്ചറിഞ്ഞാലും വിട്ടു തുറന്നു പറഞ്ഞു. ഇപ്പോൾ കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായ ഒരു കാലത്ത് അദ്ദേഹം പറഞ്ഞൊരു പ്രതികരണമൊക്കെ ഉണ്ട്. വലിയ വിവാദമായ പ്രതികരണമാണ്. പക്ഷേ അത് ആ സമയത്ത് പറയാനത് അദ്ദേഹത്തിന് മാത്രമേ കഴിയുന്ന സാഹചര്യമുള്ളൂ. സിനിമാ സാംസ്കാരിക മന്ത്രി പി സി വിശ്വനാഥ്, ഹൈബീഡൻ എം പി അടക്കമുള്ളവർ അവിടെയുണ്ട്. ഇവർക്കൊക്കെ അവർ സലീം കുമാർ എന്നല്ല പറയുക, സലീമേട്ടൻ എന്ന് തന്നെ പറയുക. ഇവർക്കൊക്കെ ആഴത്തിൽ ഹൃദയബന്ധമുള്ള ആൾ തന്നെയാണ്. ഇവർക്കൊക്കെ വളരെ വർഷങ്ങളായി, ഹൈബീഡനൊക്കെ വളരെ വർഷങ്ങളായി. നേരത്തെ ഹൈബീഡൻ എന്നൽ പറയുന്നത് അന്ന് കരൾമാറ്റ ശസ്ത്രക്രിയ നടന്ന ആശുപത്രിയിലെ ഓർമ്മകൾ പറയുന്നുണ്ടായിരുന്നു. അതിനു മുമ്പും ഒക്കെ ഇവരുമായി വളരെ ആഴത്തിൽ, അത് രാഷ്ട്രീയ ബന്ധം മാത്രമല്ല നാട്ടുകാർ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ദീർഘകാല സൗഹൃദം വെച്ച് പുലർത്താൻ തോന്നിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സലീം കുമാർ. ഇത് ആശുപത്രിയിൽ ശ്വേതാ മേനോനുണ്ട്, ഹൈബീഡൻ എം പി ഉണ്ട്, ആൻറ്റോ ആൻ്റണി അവിടെയുണ്ട്, പി സി വിശ്വനാഥ് ഉണ്ട്. പറവൂരിലേക്കായിരിക്കും ഒരുപക്ഷെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അങ്ങോട്ടേക്ക് എത്താം. ഈ പറയുന്നത് പോലെ തന്നെ പി സി വിശ്വനാഥ് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി വി ഡി സതീശനുമായും ഈ പറയുന്ന ഈ ഒരു ഇമേജിലേക്ക് വി ഡി സതീശൻ മാറുന്നതിന് ഏറെക്കാലം മുമ്പ് അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ യോഗം മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലേക്ക് മലയാളത്തെ അഭിമാനത്തോടുകൂടി ഉയർത്തിയ മഹാനടനാണ് സലീമേട്ടൻ. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ എല്ലാ ഔദ്യോഗിക ബഹുമതികളോടും കൂടിയിട്ടുള്ള സംസ്കാരം നൽകാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തീരുമാനിച്ചിട്ടുള്ളത്. വ്യക്തിപരമായി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ നഷ്ടമാണ്. അവസാന കാലം വരെയും തന്റെ നിലപാടുകൾ ഉറച്ച് പറഞ്ഞിരുന്ന രാഷ്ട്രീയ ബോധ്യമുള്ള കലാകാരനായിരുന്നു അദ്ദേഹം. മലയാളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ ഹാസ്യ നടൻ എന്ന നിലയിൽ തിളങ്ങി. പിന്നാത്ത വീട്, ആദാമിന്റെ മകൻ അബു അടക്കമുള്ള സിനിമകളിൽ കൂടി അദ്ദേഹത്തിന്റെ പ്രതിഭ ഇന്ത്യൻ സിനിമ അടയാളപ്പെടുത്തിയതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തില് ഞങ്ങൾ എല്ലാവരും പങ്കുചേരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ പറവൂരിൽ നടക്കുന്നതായിരിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അടക്കമുള്ളവർ പറവൂരേക്ക് എത്താൻ പോകുന്നുണ്ട്. വി ഡി സതീശനുമായിട്ടുള്ള വലിയ ഹൃദയബന്ധമാണ്. അദ്ദേഹത്തിൻ്റെ കൂടപ്പുറപ്പ് പോലെയാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നത് വെറുതെ പറയുന്നതല്ല. അത്രയും വളരെ നന്നേ ചെറുപ്പത്തിൽ വളരെ സൗഹൃദമുള്ളവരാണ്. അങ്ങനെ സൗഹൃദങ്ങൾ ബാക്കിയാക്കി സലീം കുമാർ മടങ്ങുകയാണ്. അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം ദൈവവിശ്വാസി അല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ വിശ്വാസി അല്ല. കാണപ്പെട്ട രണ്ട് ദൈവങ്ങൾ, ഒന്ന് അമ്മയും രണ്ട് ഹാസ്യവുമാണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. അമ്മ അച്ഛൻ ഒരു ഘട്ടത്തിൽ മരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം കയറ് പിരിച്ച് ആണ് അമ്മ എന്ന സലീം കുമാറിനെ വളർത്തിയത്. കയറ് പിരിച്ച് കൈപൊട്ടിപ്പോയ അമ്മയെ നോക്കി നിന്ന കണ്ണീർകാലമൊക്കെ സലീം കുമാർ പുറത്ത് പറയുന്നുമുണ്ട്. അതോടൊപ്പം ഹാസ്യം, എല്ലാ കാലത്തും ഹാസ്യമാണ് എന്നെ വളർത്തിയത്. എനിക്ക് ജീവിക്കാൻ, നേരെ നിൽക്കാൻ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഉന്നതികൾ താണ്ടാൻ എന്നെ സഹായിച്ചത് ചിരിയാണ്. ആ ചിരിയോട് ഞാൻ എക്കാലത്തും കടപ്പെട്ടവനാണ് എന്ന് സലീം കുമാർ പറയുന്നുണ്ട്. അങ്ങനെയാണ് വീട് വെക്കുന്നത്. വീട് വെക്കുമ്പോഴേക്കും മറ്റൊരു പേര് ആലോചിക്കുന്നില്ല സലീം കുമാർ. ലാഫിംഗ് വില്ല എന്ന് തന്നെ കറക്റ്റ് ആലോചിക്കുകയാണ്. അപ്പോൾ ചിരിയോട് കടപ്പാടുള്ള, അങ്ങനെ കടപ്പെട്ട് ജീവിച്ചൊരു മനുഷ്യൻ, ചിരി ബാക്കിയാക്കി നമുക്കൊക്കെ സങ്കടം നിന്ന് മടങ്ങുന്ന വേദനയുടെ മണിക്കൂറുകൾ തന്നെയാണ് മലയാള സിനിമ. നേരത്തെ സുരേഷ് ഗോപി പറഞ്ഞു, ചന്തു സലീം കുമാർ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലോക അടക്കമുള്ള സിനിമകളിൽ മലയാള സിനിമയിൽ അദ്ദേഹത്തിന് സ്വന്തമായ ഒരിടം വെട്ടിത്തുറക്കുന്ന സമയം കൂടിയാണ്. സലീം കുമാർ ഏറ്റവും ഒടുവിൽ അനാരോഗ്യം കാരണം സിനിമയിൽ നിന്നും കുറച്ചൊന്ന് വേക്കൻ്റായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ആ സിനിമയിലേക്ക് വരികയും അദ്ദേഹത്തിൻ്റെതായ കഴിവുകൾ, ഇപ്പോൾ ചന്തു സലീം കുമാർ നിലവിലെ അഡ്രസ്സ് ഒരു പക്ഷേ സലീം കുമാറിൻ്റെ മകൻ എന്നുള്ളതായിരിക്കാം. പക്ഷേ അതിനപ്പുറം പൊട്ടൻഷ്യലുള്ള, അതിലപ്പുറം ചന്തു അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിലപ്പുറം പൊട്ടൻഷ്യലുള്ള, കഴിവുള്ള നടൻ തന്നെയാണ് ചന്തു. അപ്പോൾ ചന്തു
സലീം കുമാറിൻ്റെ മകൻ എന്ന വിലാസത്തിനപ്പുറത്തേക്ക് ഒരു വലിയ നടനായി വികാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകമൊക്കെ സലീം കുമാർ ഏത് വഴിയിൽ വന്നോ അതുപോലുള്ള പരീക്ഷണങ്ങൾ കൂടിയൊക്കെ കടക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് ചന്തു. അങ്ങനെ സിനിമയുടെ കൂടുതൽ ഉയരങ്ങൾ താണ്ടുന്നത് കാണാൻ ബാക്കി നിൽക്കാതെ അച്ഛൻ സലീം കുമാർ യാത്രയാവുന്നു. അവിടെ 8 മണിയോടുകൂടിയാണ് പൊതുദർശനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.